അമീബിക് മസ്തിഷ്ക ജ്വരം കന്നുകാലികളിലും ഉണ്ടാകാമെന്ന് പഠനം. ഇളം ചൂടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീഗ്ലേരിയ ഫൗലേരി അമീബയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കന്നുകാലികളിലും രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ തിരിച്ചോ അമീബിക് മസ്തിഷ്ക ജ്വരം പകരില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പിന്റെ പഠന റിപ്പോർട്ട് പറയുന്നു. സനിസ ശോഭ ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനിസ, എന്താണ് ഈ റിപ്പോർട്ട് പറയുന്നത്? അജിന്ത്, അമീബിക് മസ്തിഷ്ക ജ്വരം കന്നുകാലികൾക്കും വരാൻ സാധ്യതയുണ്ടെന്നാണ് റിട്ടയർഡ് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ഹമീദ് നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇളം ചൂടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിഗ്ലേരിയ ഫൗലോരി എന്ന ഒരു അമീബയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മൃഗങ്ങളിൽ വരുന്ന ലക്ഷണങ്ങൾ പനി, തീറ്റ എടുക്കാതിരിക്കൽ, തളർച്ച, വിറയൽ, അപസ്മാരം തുടങ്ങിയവയാണ്. ഇത് ഏകദേശം ഒരു പേവിഷബാധ ബാധിച്ചതിന് സമാനമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഈ പശുക്കളുടെ ഉടമകൾക്ക് കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. അത്തരത്തിൽ സ്വയം ഈ രോഗത്തെ നിർണ്ണയിക്കുകയാണെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കും. ഇത് മനുഷ്യരിലേക്ക് പടരില്ലെങ്കിൽ പോലും ഈ പശുക്കൾ ഈ ബാധിച്ച പശുക്കൾ ഈ മുഖം ഈ വെള്ളത്തിലോ മലിനമായ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റു വെള്ളത്തിലോ കുത്തുകയാണെങ്കിൽ, അവരുടെ മുഖം താഴ്ത്തുകയാണെങ്കിൽ അത് ആ വെള്ളം മനുഷ്യരെ ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യരിലേക്ക് ഈ രോഗം എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള പഠനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അത്തരത്തിൽ ഇതിലൊരു അപകടകരമായ ഒരു സാധ്യതയുണ്ട്. ഈ രോഗം പശുക്കളിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടോ എന്ന് ലബോറട്ടറിയിലെ പഠനത്തിലൂടെ അല്ലെങ്കിൽ രോഗം